അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 62-ാമത്തെ അധ്യായം സൂറത്തുൽ ജുമുഅ ആണ്. 2 ആഴ്ചകളിലായി നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ. പ്രസ്തുത അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ 2 ക്ലാസുകളിൽ നമ്മൾ വിശദീകരിച്ചു. അതിലെ തുടർന്നുള്ള ബാക്കി 9 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ ദർസുൽ ഖുർആനിന്റെ ഒരു ക്ലാസ് ആണ് എന്നുള്ള നിലക്ക് അത് സൂറത്ത് ജുമുഅയിലെ അവസാനത്തെ 3 ആയത്തുകൾ. ഈ ആയത്തുകൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എല്ലാ ആഴ്ചകളിലും അവൻ നിർവഹിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളാണ്. ഈ അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ അഥവാ 1 മുതൽ 8 വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ജൂതന്മാരുടെ നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ഈ അധ്യായം അവസാനിക്കുമ്പോൾ സത്യവിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ജുമുഅയിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് വളരെ പരിചിതമായ ഒരധ്യായവും അതിൽ പ്രത്യേകിച്ച് അവസാനത്തെ ആയത്തുകൾ. ഈ ആയത്തുകൾ എല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ആ ആയത്തുകൾ നമ്മൾ കേൾക്കുകയും ഏറെക്കുറെ പലർക്കും അത് മനഃപ്പാഠമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ക്ലാസ് നമ്മൾ കേൾക്കുകയും എന്നിട്ട് ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ഇനി വെള്ളിയാഴ്ച ഇത്തരം ജുമുഅ സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ആ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വരികയും നമസ്കാരത്തിൽ കൂടുതൽ ഭക്തിയും തഖ്വയും കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം അള്ളാഹു നമ്മളെപ്പോലെയുള്ള സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. അപ്പൊ ഇതുവരെ യഹൂദികളെ ജൂതന്മാരെ കുറിച്ച് കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞല്ലോ. ഈ അധ്യായം അവസാനിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് പ്രത്യേകമായി നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്? നമ്മളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുമ്പോൾ
ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയേണ്ടതില്ല. അള്ളാഹു പറയുന്ന കാര്യം ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ വരിക, ഇലാ ദിക്രില്ലാ, ദൈവസ്മരണയിലേക്ക്, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. വദറുൽ ബൈഅ, കച്ചവടങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നേർക്കുനേരെയുള്ള അർത്ഥത്തിൽ നിന്ന് തന്നെ ഈ ആയത്തിന്റെ നമ്മ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, സത്യവിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന കാര്യം ഇദാ നൂദിയ, നിദാ എന്ന് പറഞ്ഞാൽ വിളി എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്ക് വിളിയാണ്. ബാങ്ക് വിളി എന്നതിനേക്കാൾ ഉപരി ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, ബാങ്ക് വിളിച്ചാൽ, അപ്പൊ അവിടെ കൃത്യമായി വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരമാണ് എന്ന് വ്യക്തമാണ്. കാരണം മറ്റു ദിവസങ്ങളിൽ എല്ലാ നമസ്കാരങ്ങൾക്കും ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ അത് ജുമുഅ നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചക്ക് പല പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഉള്ളതായി പല നബിവചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അന്ന് പ്രത്യേകമായ ഒരു നമസ്കാരവും ഖുതുബയും പ്രസംഗവും നിശ്ചയിക്കപ്പെട്ടത് തന്നെ ആ ദിവസത്തിന്റെ പ്രത്യേകത വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിലെ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ. അപ്പൊ വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ നമസ്കാരങ്ങളെ അപേക്ഷിച്ച്, മറ്റ് നമസ്കാരങ്ങളെ അപേക്ഷിച്ച് വെള്ളിയാഴ്ചയിലെ ഈ നമസ്കാരത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക കർമാനുഷ്ഠാനങ്ങളിൽ പല നിലക്കും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിർബന്ധ കർമ്മമാണ് ജുമാ നമസ്കാരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമസ്കാരം മാത്രമല്ല, അവിടെ നടക്കുന്ന ഖുതുബയും ആ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഖുതുബ കഴിഞ്ഞതിന് ശേഷം പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അവിടെയാണ് പടച്ചവന്റെ ഈ പ്രയോഗം ഇലാ ദിക്രില്ല, ദൈവസ്മരണയിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ വരിക എന്നതാണ്. അപ്പോ വേഗത്തിൽ വരിക എന്ന് പറയുമ്പോൾ ആ ദിക്റുള്ള, നമസ്കാരം ദിക്റുള്ളയാണ്. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ കലാമിലെ, ഖുർആനിലെ ആയത്തുകൾ ഓതി വിശദീകരിക്കുന്ന ഖുതുബ, അതും ദൈവസ്മരണ ദിക്റുള്ള തന്നെയാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് ദിക്റുള്ള എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഖുതുബ തന്നെയാണ് എന്നതാണ്. അപ്പൊ ആ ഖുതുബ കേൾക്കുക എന്നുള്ളത് ഏറെ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഈ രൂപത്തിൽ ഇസ്ലാം ഇതിനെ നമുക്ക് മുന്നോട്ട് വെക്കുമ്പോൾ ഓരോ വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി, ആയത്തുകൾ വിശദീകരിച്ച് അവരോട് ഖുതുബ നടത്താറുണ്ടായിരുന്നു. അത് ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആന്തോളനങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഉപദേശങ്ങളുമാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുമ്പോൾ ഒരിക്കലും ആ സമൂഹം വഴിതെറ്റുകയില്ല. കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, നിലപാടുകൾ എങ്ങനെ സ്വീകരിക്കണം, മുസ്ലിം സമൂഹം എങ്ങനെയാണ് ഒരുമിക്കേണ്ടത്, മുസ്ലിം സമൂഹത്തിൽ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ
ദിക്ർ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മനുഷ്യൻ കൈവിടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസി കൈവിടുമ്പോൾ അവനുണ്ടാകുന്ന അപജയങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ അനവധി കാര്യങ്ങൾ ആ ഖുതുബകളിൽ ഉൾപ്പെടുത്തി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് കേൾക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർ നല്ല ഉത്ഭുതരായ ഒരു സമൂഹമാകും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ദുഃഖകരമായ ഒരു വസ്തുത, ഇന്ന് നടക്കുന്ന ജുമാകളും പ്രത്യേകിച്ച് ഖുതുബകളുമൊക്കെ ഒന്നുകിൽ അത് ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നവർക്കതാകട്ടെ അവർക്ക് ആ ജനങ്ങൾക്ക് ആവശ്യമായതായിരിക്കില്ല പലപ്പോഴും അവരുടെ ഖുതുബകളിൽ ഉണ്ടാവുക. കാരണം പലവിധത്തിലുള്ള സങ്കുചിതമായ താല്പര്യങ്ങളിൽ വിവരമില്ലാത്തവർ ഖുതുബ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആളില്ലെങ്കിലും തങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ തന്നെ ഖുതുബ പറയണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ ആളെ ലഭിക്കാതെ വരുമ്പോൾ യാതൊരു വിവരവുമില്ലാത്തവൻ ജനങ്ങളെ ഉപദേശിക്കാൻ വിശുദ്ധമായ മിമ്പറുകളിൽ കയറുന്നു. ഇതൊക്കെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് അറബിയിൽ ഓതി അത് ജനങ്ങൾക്ക് മനസ്സിലാകാതെ ഒരു ചടങ്ങെന്ന രൂപത്തിൽ പര്യവസാനിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത് പലതും ഇങ്ങനെയാണ്, എല്ലാം എന്നല്ല. അപ്പൊ യഥാർത്ഥത്തിൽ സാമൂഹ്യ മര്യാദകൾ അതേപോലെ തന്നെ ഭക്തിയുമൊക്കെ നിലനിർത്താൻ ആവശ്യമായ ഇത്തരം ഖുതുബകൾ അതൊരു ചടങ്ങായി മാറുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു അഭിസംബോധന ചെയ്തിട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ കച്ചവടങ്ങൾ ഒഴിവാക്കി പള്ളിയിലേക്ക്, ഖുതുബയിലേക്ക്, നമസ്കാരത്തിലേക്ക് വേഗത്തിൽ വരിക എന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വദറുൽ ബൈ, കച്ചവടം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ കച്ചവടക്കാർ മാത്രം അവരുടെ കച്ചവടം പൂട്ടി പള്ളിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമല്ല, കച്ചവടം എന്നുള്ളത് പൊതുവായ ഒരു പ്രയോഗം നടത്തിയതാണ്. കാരണം അതിനുശേഷമുള്ള ആയത്തിൽ കച്ചവടം നിങ്ങൾ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പള്ളിയിലേക്ക് വരേണ്ടവര് ക്രയവിക്രയങ്ങൾ, അത് കച്ചവടമാകട്ടെ, കൃഷിയാകട്ടെ, മറ്റു വരുമാന മാർഗങ്ങളാകട്ടെ, എല്ലാം അവിടെ നിർത്തിവെച്ച് ആ പള്ളിയിലേക്ക്, ദിക്റുള്ളയിലേക്ക് അവർ വേഗത്തിൽ വരണം എന്നത് അള്ളാഹുവിന്റെ നിർബന്ധമായ ഒരു കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വാചകത്തിന്റെ ഒരു വാക്കിന് നമ്മൾ അടിവരയിടണം. അള്ളാഹുവിന്റെ നിർബന്ധമായ കൽപ്പന, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. അങ്ങനെ കൃത്യമായി കണിശമായി പടച്ചവൻ പറഞ്ഞിട്ടും നമ്മൾ വീട്ടിൽ നിന്നൊരു പക്ഷേ പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടും. എന്നിട്ട് അങ്ങാടിയിൽ ഇരുന്ന് പലരെയും പറ്റി സംസാരിച്ച് ഖുതുബ കഴിയുന്നത് വരെ നമസ്കാരം തുടങ്ങുന്ന സമയത്ത് ഓടി വരുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. പടച്ചവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാത്തരം ക്രയവിക്രയങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ ജുമാ നമസ്കാരത്തിന് ആ ഖുതുബ കേൾക്കാൻ തന്നെ നിങ്ങൾ നേരത്തെ പെട്ടെന്ന് വരണം എന്നുള്ളതാണല്ലോ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താ? ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. പടച്ചവൻ പറയാണ് ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഗുണകരമായിട്ടുള്ളത്. അതിൽ ഒരുപാട് നന്മകളുണ്ട് എന്ന് അല്ലാഹു മനുഷ്യരെ, സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം പറയുന്നത് എന്താ അറിയോ? فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ وَاذْكُرُوا اللَّهَ كَثِيرًا لَعَلَّكُمْ تُفْلِحُونَ. ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം അള്ളാഹു പറയാണ്, فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ. ഇനി നിങ്ങൾ ജുമാ നമസ്കാരത്തിന് വന്ന് ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളുക. ഫൈദാ ഖുദിയത്തി സ്വലാത്തു, ആ നമസ്കാരം ജുമാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളുക.
എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വബ്തഗൂ മിൻ ഫളില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തേടിക്കൊള്ളുകയും ചെയ്യുക, അന്വേഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച മുഴുവനായിട്ട് കട ലീവാക്കണമെന്നല്ല, വെള്ളിയാഴ്ച മുഴുവനായിട്ട് കൃഷിപ്പണിയോ മറ്റു ജോലികളോ ഒഴിവാക്കണമെന്നല്ല. നിങ്ങൾ ആ ജുമയുടെ സമയത്ത് നിങ്ങളുടെ ആ കാര്യങ്ങൾ നിർത്തിവെച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് വന്ന് ആ ഖുത്ബ കേൾക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അവിടെ നിങ്ങൾക്കിടെ ജീവിതത്തിനാവശ്യമായ ഉപദേശങ്ങൾ നൽകപ്പെടുന്ന ഒരു സന്ദർഭമാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എല്ലാ ആഴ്ചകളിലും നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഉപദേശമാണത്. അതേപോലെ തന്നെ പ്രത്യേകമായൊരു നമസ്കാരമാണ് ജുമുഅ. ഇതെല്ലാം അള്ളാഹു നമ്മളോട് പറയണം. അതുവഴി നിങ്ങൾക്കൊരുപാട് നന്മകൾ. കാരണം മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളായി ശത്രുക്കൾ പോലും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ വെള്ളിയാഴ്ച ഖുതുബ അവരിൽ നിലനിൽക്കുന്ന കാലത്തോളം അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന്. അത് അതിൻ്റെതായ രീതിയിലും നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഉള്ള ഉപദേശങ്ങളും ഖുതുബകളുമാണെങ്കിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിനുണ്ടായിരുന്ന ഉന്നതിയും ഔന്നത്യവും ഈ കാലഘട്ടത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ വിശ്വാസികളെന്ന് പറയുന്നവർ പല രീതികളിൽ അവർ പിരിയുകയും പല താല്പര്യങ്ങൾക്കും അവർ സ്ഥാപനങ്ങൾ നടത്തുകയും ആ താല്പര്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഖുതുബകൾ പോലും അതിൻ്റെതായ ഒരു നിലവാരത്തിലേക്ക് എത്താത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഖുർആൻ ഇവിടെ പറയുന്നത് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക. അപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ച ഈ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക. അവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. നേരത്തെ നിങ്ങൾ കച്ചവടം ഒഴിവാക്കുക എന്നിട്ട് പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞല്ലോ. ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്തു വേണം? നിങ്ങൾ ആ കട തുറക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ട് വബ്തഗൂ മിൻ ഫളില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യത്തെ തേടിക്കൊള്ളുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കച്ചവടം പൂട്ടിയ ആളുകൾ ആ കച്ചവടം തുറക്കുക. കൃഷി നിർത്തിവെച്ച് പള്ളിയിലേക്ക് വന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആ കൃഷി തുടരാം. അതേപോലെ തന്നെ മറ്റു തന്റെ വരുമാന മാർഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ അതവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതാണ് പറഞ്ഞത് വബ്തഗൂ മിൻ ഫളില്ലാ. ഇനി ഇതൊക്കെയും അള്ളാഹു കൃത്യമായി മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വെള്ളിയാഴ്ച എങ്ങനെയാണ് അവർ നിർവഹിക്കേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, അവർ പള്ളിയിലേക്ക് വരേണ്ടതിന്റെ നിർബന്ധിതമായ കൽപ്പന എങ്ങനെയാണ്, ഒക്കെ ഈ ആയത്തിൽ നമുക്ക് വ്യക്തമാണ്. ഇത്രയും കൃത്യമായി പറഞ്ഞിട്ട് എത്ര ആളുകൾ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ജുമുഅ ഒഴിവാക്കാറുണ്ട്? എത്ര ആളുകൾ പള്ളിയിലേക്ക് നേരത്തെ വന്നിട്ട് ഖുതുബ കേൾക്കാതെ നമസ്കാരത്തിൽ ഒരുപക്ഷെ ഒരു റക്അത്ത് മാത്രം ലഭിക്കുന്ന ആളുകളുണ്ട്. ഇത്രയും കൃത്യമായി പഠിച്ചവൻ പറഞ്ഞൊരു കാര്യ, എന്തൊരു പണിയുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരണം എന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. പഠിച്ചവൻ പറയാണ്, അപ്പൊ നിങ്ങൾ പല വിധത്തിലുള്ള ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടും. നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ ആ വരുമാന മാർഗങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഉപജീവനം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അതിലൊരു വലിയൊരു ഉപദേശമുണ്ട്. കാരണം എന്താ അറിയോ? നിങ്ങൾ ആ തേടുന്നത് ന്യായമായിരിക്കണം, അനുവദനീയമായ രീതിയിലായിരിക്കണം. നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൽ നിഷിദ്ധങ്ങൾ കലരാൻ പാടില്ല. അതേപോലെ തന്നെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം, ആ കച്ചവടം ചെയ്യുമ്പോൾ അതിൽ കൃത്രിമം കാണിക്കുമ്പോൾ അത് പടച്ചവൻ കാണുമെന്നുള്ളത്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ മനുഷ്യന് ഉപദ്രവകരമായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റു നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ പൂഴ്ത്തിവെപ്പും അതേപോലെ തന്നെ ചൂഷണവും നടക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങളുടെ നമസ്കാരത്തിൽ മാത്രമല്ല, നമസ്കാരം കഴിഞ്ഞുള്ള നിങ്ങളുടെ ഭൗതികമായ വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം
എന്ന് കൃത്യമായി ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ നമസ്കാരത്തിൽ മാത്രം ഭക്തി ഉണ്ടായാൽ പോരാ. നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ, നിങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ എല്ലാം ആ ദൈവസ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ നിലനിർത്തണമെന്നും അത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആത്യന്തികമായ വിജയം നേടാൻ സാധിക്കുമെന്നും അള്ളാഹു വളരെ കൃത്യമായി സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ അവസാനത്തെ അഥവാ മൂന്നാമത്തെ ആയത്ത്, وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. ഈ ആയത്തിന് നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ പറയുക? وَإِذَا رَأَوْا تِجَارَةً, അവർ ഒരു കച്ചവടം കാണുകയാണെങ്കിൽ, ഔ ലഹുവ, അല്ലെങ്കിൽ വല്ല വിനോദങ്ങളും കണ്ടാൽ, ഇൻഫല്ലൂ ഇലൈഹ, അതിലേക്ക് അവർ പിരിഞ്ഞു പോകും. വതറകൂക ഖായിമ, നബിയെ അങ്ങയെ ആ നിൽക്കുന്ന നിൽപ്പിൽ വിട്ടേച്ചുകൊണ്ട് അവർ അതിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഈ ആയത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിന്റെ തുടക്കം അഥവാ ഈ നമസ്കാരമൊക്കെ നിർബന്ധമായി കുറച്ച് ഖുതുബയൊക്കെ ജുമയൊക്കെ തുടങ്ങിയൊക്കെ ഒരു ആദ്യ കാലഘട്ടത്തിൽ വേണം എന്ന് പറയാം. ഏതായിരുന്നാലും ആ ഒരു സമയത്ത് വെള്ളിയാഴ്ച ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരു ശബ്ദം അവർ കേൾക്കുകയുണ്ടായി. അപ്പൊ മദീന അങ്ങാടിയിൽ വലിയൊരു കച്ചവട സംഘം വന്നതിന്റെ കോലാഹലങ്ങളായിരുന്നു അവർ കേട്ടത്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഈ കച്ചവട സംഘങ്ങൾ അത് 6 മാസത്തിനും അല്ലെങ്കിൽ 3 മാസത്തിനൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക്, യമനിലേക്കും സിറിയയിലേക്കുമൊക്കെ കച്ചവടത്തിന് പോകും. അവിടെ നിന്ന് ആളുകൾ ഇവിടേക്ക് കച്ചവടത്തിന് വരും. ഇങ്ങനെയൊക്കെ കച്ചവടത്തിന് അവരെ പറഞ്ഞയക്കുന്ന, യാത്രയക്കുന്ന വേളകളിലും, അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞ് കച്ചവടമൊക്കെ പൂർത്തിയാക്കി സമ്പാദ്യങ്ങളുമായി മദീനയിലേക്ക് അവർ തിരിച്ചു വരുമ്പോഴുമൊക്കെ അവരെ യാത്രയക്കാനും സ്വീകരിക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങളിൽ ചെണ്ടമുട്ടും അതുപോലെ തന്നെ ആർപ്പ് വിളികളും എല്ലാം ഉണ്ടാവുക ആ കാലഘട്ടത്തിലെ ഒരു സമ്പ്രദായമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ അങ്ങനെ ഒരു സംഘം വരികയും ആ കാര്യം പള്ളിയിൽ വന്ന് ഒരാൾ വിവരമറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കച്ചവട സംഘം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ അവരിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് ഈ കച്ചവട സംഘത്തിന്റെ അടുത്തേക്ക് പോയി. പല റിപ്പോർട്ടുകളിലായി ആ സംഭവങ്ങൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ കാണുന്നു 12 പുരുഷന്മാരല്ലാത്തവരെല്ലാവരും പോയി എന്നതാണ്. എന്ന് പറഞ്ഞാൽ 12 പുരുഷന്മാര് ആ യാത്രയിൽ ആ സംഘത്തെ അല്ലെങ്കിൽ ആ ആള് പറഞ്ഞ സന്ദർഭത്തിൽ അവിടേക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസുകളിൽ, റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിയുകയും അവർ പ്രവാചകനെ അങ്ങനെ ആ ഖുതുബ പറയുന്ന നിലയിൽ തന്നെ വിട്ടേച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്തത്. ഇവിടെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഖുതുബ പറയുന്ന അവസ്ഥയിൽ അങ്ങനെ വിട്ടത് കഴിയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോയത് ഏതായാലും ഉചിതമല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഒരു ആക്ഷേപ രൂപത്തിലാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതെന്താ? വതറകൂക ഖായിമ, അങ്ങയെ നിൽക്കുന്ന ആ നിൽപ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് അവര് പോയത്. മാത്രമല്ല ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ, ഈ കച്ചവടത്തെക്കാളും വിനോദത്തെക്കാളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ,
അള്ളാഹു ഏറ്റവും ഉത്തമനായി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപജീവനം നൽകുന്നവരാണ്. അപ്പൊ ഈ ഭൗതികമായ ഈ നേട്ടങ്ങൾ ലക്ഷ്യമാക്കി പോയ ആളുകളെ ഒരു ആക്ഷേപ രൂപത്തിൽ അള്ളാഹു ഈ കാര്യം പറയുകയാണ്. ആ പറയുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് പല രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം നടക്കുന്ന കാലത്ത് ജുമാ നമസ്കാരം പെരുന്നാൾ നമസ്കാരം പോലെ തന്നെ ആദ്യം നമസ്കാരവും പിന്നെ ഖുതുബയുമായിരുന്നു വെള്ളിയാഴ്ചകളിലും നബി തിരുമേനി നിർവഹിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജുമാ നമസ്കാരം കഴിഞ്ഞ് പിന്നെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആളുകള് പോയത് എന്നതാണ് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഒരു വെള്ളിയാഴ്ച ദിവസം നബി തിരുമേനി ഇങ്ങനെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദകോലാഹലങ്ങൾ കേൾക്കുകയും ഒരാൾ വന്നത് അറിയിക്കുകയും ചെയ്തപ്പോ പള്ളിയിലുണ്ടായിരുന്ന ആളുകളിൽ മിക്കവാറും ആളുകൾ ആ സ്ഥലത്തേക്ക് ഓടിപ്പോവുകയുണ്ടായി. അത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല. 12 ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകളും ജുമാ നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നതിന് തെളിവായിട്ടും പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളിയാഴ്ച ഖുതുബക്ക് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ജുമാ നിർവഹിച്ചിരുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖുതുബക്ക് മുമ്പായി നമസ്കാരം നിർവഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്തെ നടപടിക്രമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പരിശോധിച്ചാല് ജുമാകളിലും 5 നേരത്തെ ജമാഅത്ത് നമസ്കാരങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്ന് അനേകം നൂറുകണക്കിന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും കാണാൻ കഴിയും. ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ ഇഷ്ടം പോലെ ഹദീസുകൾ ജുമാ നമസ്കാരത്തിൽ മാത്രമല്ല സാധാരണ ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്രത്തോളം എന്നാൽ സുബഹി നമസ്കാരങ്ങളിൽ പോലും സ്ത്രീകൾ കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ അവർ മുസല്ലകളിൽ പങ്കെടുത്തിരുന്നു. വെള്ളിയാഴ്ചകളിൽ അവർ ജുമാ നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നതിന് ഈ പള്ളിയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയപ്പോൾ ആ പള്ളിയിൽ അവശേഷിച്ചിരുന്നത് 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ തന്നെ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തറാവീഹ് നമസ്കാരങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകളെ പള്ളിയിലേക്ക് വരാൻ അനുവദിക്കാൻ പാടുള്ളൂ. മറിച്ച് ജുമാക്കും ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർ പങ്കെടുത്തിരുന്നു എന്നതാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഈ കാര്യങ്ങളൊക്കെ പല സ്ത്രീകൾക്കും കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ഇന്ന് തറാവീഹ് നമസ്കാരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പാടില്ല എന്ന് പറയുന്നവർ പോലും ആ തറാവീഹ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന അവിടെ തന്നെയാണ് ജുമുഅ നമസ്കാരത്തിലും അവർ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും അവർ തടയാൻ പാടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത സൂറത്ത് ഖാഫ് അവര് പാഠമാക്കിയത് വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതി കേട്ടിരുന്നതിൽ നിന്നാണ് എന്ന് അവർ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി തിരുമേനി പല വെള്ളിയാഴ്ചകളിൽ സൂറത്ത് ഖാഫ് പാരായണം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് പള്ളിയിൽ വെച്ച് ജുമായിൽ അത് കേട്ടുകൊണ്ടാണ് താൻ ആ സൂറത്ത് പഠിച്ചത് എന്ന് ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഫർള് അഥവാ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുന്നേറ്റ് പോകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കാത്തിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ജമാഅത്ത് നമസ്കാരങ്ങളിൽ സ്ത്രീകൾ കൃത്യമായി പങ്കെടുത്തിരുന്നു. ആദ്യം ഇമാമ്, പിന്നെ പുരുഷന്മാര്, പിന്നെ കുട്ടികള്, പിന്നെ സ്ത്രീകൾ. അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ ആ സ്ത്രീകൾ പോകുന്നതുവരെ, പിരിഞ്ഞു പോകുന്നതുവരെ പുരുഷന്മാരും നബി തിരുമേനി അവിടെ തന്നെ ഇരുന്നിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം?
ഈ സ്ത്രീകൾ നബിയുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ അവസാനത്തെ 3 ആയത്തുകൾ വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ദിവസം അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്ന പ്രത്യേക അഭിസംബോധന നൽകിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു വെള്ളിയാഴ്ച ദിവസം ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്സൗ ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഖുതുബ കേൾക്കുക എന്നുള്ളതും നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും ആ ജുമുഅയുടെ സമ്പൂർണതയിൽപ്പെട്ടതാണ്. കേവലം നമസ്കാരം ജുമുഅ നമസ്കാരത്തിന്റെ അവസാനത്തിൽ വന്ന് ആ നമസ്കാരം മാത്രം നിർവഹിച്ചാൽ ജുമുഅ പലപ്പോഴും പൂർത്തിയാകില്ല, അത് സമ്പൂർണത കൈവരിക്കില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അതിൻ്റെതായ രീതിയിൽ ഇസ്ലാമിക കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഈ പ്രതിവാര ദർസുൽ ഖുർആനിന്റെ ക്ലാസ് ഏതാനും ആഴ്ചകൾ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഗ്രൂപ്പിൽ ഇനി അതിനെക്കുറിച്ച് ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളെ വിവരം അറിയിക്കും. ആ ഗ്രൂപ്പിൽ നിന്ന് ആരും ലെഫ്റ്റ് അടിച്ച് പോകേണ്ടതില്ല. ഈ ഖുർആൻ ക്ലാസ് അല്ലാത്ത മറ്റു പല പഠന വിഷയങ്ങളും നമ്മൾ അതിൽ അയക്കാറുണ്ടല്ലോ, ചോദ്യോത്തരങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊരു ദീനിയായ ഒരു കാര്യം, ഒരു സംരംഭം എന്നുള്ള നിലക്ക് അതിൽ വേറെ പോസ്റ്റുകളൊന്നും വരുന്നില്ല എന്നും നിങ്ങൾക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പരലോകത്തിനു കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് ആ ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓഫീസ് ഏതാനും ദിവസങ്ങൾ ലീവാണ്. അതോടൊപ്പം തന്നെ ഏതാനും ആഴ്ചകൾ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല. ഈ ക്ലാസ് ഇനി പുനരാരംഭിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.